Yes, Rabia, Magunisa, Achumala, good afternoon. Lakshmi Mohan, good afternoon. Anushandi, good afternoon. Manju, Soumya Nidish, good afternoon. Emya, good afternoon. Yes, Ringa, good afternoon. Adira, good afternoon. Okay, let us start. Okay, Juby, let us start. We discuss passive voice. Passive voice simple present day, simple past day, simple future day, present continuous day, past continuous day, passive voice number past continuous passive voice number balance ഒരു കാര്യം കൂടി പറയുന്നത് അടുത്തൊരു ടെൻസിലോട്ട് നമ്മൾ കിടക്കി ആ ഒരു ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം ഒരു ഞാൻ സെന്റൻസ് ഇവിടെ പറയാണ് അതിന്റെ സെന്റൻസ് ഷീ ഹാസ് ടേക്കൺ ദ ബുക്സ് ഞാൻ ഒരു വാചകം എഴുതിയിട്ടുണ്ട് ഷീ ഹാസ് ടേക്കൺ ദ ബുക്സ് ഓക്കെ ഈ എഴുതിയിരിക്കുന്ന വാചകം നമ്മൾ പഠിച്ചിട്ടുള്ള ടെൻസുകളിൽ ഏത് ടെൻസിന്റെ ഫോമാണെന്ന് പറയാമോ ഷീ ഹാസ് ടേക്കൺ ദ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷാബിന ഷീ ഹാസ് ടേക്കൺ ദ ബുക്സ് യെസ് ഓക്കെ അപ്പൊ ഞാൻ തന്നെ പറയാം യെസ് ശൃംഗ പറയാമോ ഷീ ഹാസ് ടേക്കൺ ദ ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ടെൻസുകൾ ഏതായിട്ട് വരും ദാറ്റ് ഈസ് ഓക്കെ മഞ്ജുജെ കറക്റ്റ് ആണ് വെരി ഗുഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് കാരണം പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ വെർബ് ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ് അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഷീ സബ്ജക്റ്റ് ആണ് ഹാസ് അല്ലെങ്കിൽ ഹാവിലെ ഹാസ് ഉണ്ട് പിന്നെ ടേക്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ എന്ന് പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് അവിടെ ടേക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് if the given sentence is present perfect how to change it into passive തന്നിരിക്കുന്ന വാചകം
പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസിലൂടെ നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഇതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത്. യെസ്, അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു, ഒബ്ജക്റ്റ് പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഐദർ ഹാസ് ഓർ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, ആ ഒരു വേർഡ് പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നത് BEEN, ബീൻ. പിന്നെ വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞു, ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി, ബീൻ എഴുതി, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ആദ്യം നമ്മൾ ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുകയാണ്. ഷീ ഹാസ് ടേക്കൺ ദ ബുക്സ്. ദി ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് എന്തെടുത്തു? ബുക്സ് എടുത്തു. അപ്പൊ ബുക്സ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടി, ദ ബുക്സ്. ഓക്കെ, അത് കിട്ടി. ഇനി ഹാസ് വേണോ ഹാവ് വേണോ? ബുക്സ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ മോർ ദാൻ വൺ, സിംഗുലർ അല്ല പ്ലൂറൽ ആണ്. അപ്പൊ ഹാവ്, ബുക്സ് ഹാവ് ബീൻ, ബുക്സ് ഹാവ് ബീൻ. ഇനി വേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഈ ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, കാരണം ഹാസ് ഓർ ഹാവോ വരുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അന്വേഷിച്ച് നമ്മൾ പോകേണ്ട, അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? ദ ബുക്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ഹർ. ദ ബുക്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ഹർ. സിമ്പിൾ അല്ലേ? വെരി വെരി സിമ്പിൾ. അടുത്തൊരു വാചകം ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കാം. He has taught me. He has taught me. TAUGHT. He has taught me. എഴുതി. He has taught, TAUGHT, taught me, ME, me. Okay, Lisa. Okay, Lakshmi Mohan. Yes. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? He has taught me. ആരെ പഠിപ്പിച്ചു? എന്നെ പഠിപ്പിച്ചു. എന്നെ. ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന്റെ ആൻസർ ആണ് ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നെ, മീ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ മീ എന്നുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ ഐ എന്ന് മാറ്റുന്നു. ഐ എന്ന് എഴുതി. ഹാസ് വരൂ, ഹാവ് ഒരു ഐയുടെ കൂടെ ഐ ഹാവ്. ഐ ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ taught, TAUGHT, by him. I have been taught by him. Okay, it's a correct answer. അടുത്തത്, they have eaten, EATEN, eaten 3 apples, THREE, 3 apples, APPLES, 3 apples. They have eaten 3 apples. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, somebody, SOMEBODY, somebody has stolen, STOLEN, stolen the book
somebody has stolen the book. Next, they have sung, S-U-N-G, sung songs, S-O-N-G-S. They have sung songs, S-O-N-G-S. Okay. മൂന്നെണ്ണമുണ്ട്, എഴുതി നോക്കുക. ഓക്കെ ഷാബിന. ഓക്കെ മെഹുലിസ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ മെഹുലിസിനെ വായിക്കും, ചോദിച്ചാൽ വായിക്കാം. റീഡ് ദ ക്വസ്റ്റ്യൻ. They have eaten 3 apples. Answer വായിക്കും. 3 apples have been eaten by them. Correct answer, very good. 3 apples have been eaten by them. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ലക്ഷ്മി മോഹൻ ആൻസർ വായിച്ചോളൂ. Somebody has stolen the book. The book has been stolen by somebody. Very good, correct answer. The book has been stolen by somebody. ഷാബിന, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. They have sung songs, S-O-N-G-S. Songs have been sung by them. Okay, songs have been sung by them. അടുത്തത്, someone, S-O-M-E-O-N-E, someone has torn, T-O-R-N, കീറുക എന്നാണ്, T-O-R-N. Someone has torn the shirt. Next, they have cut down
They have cut down the tree. Cut down the tree. And he has drunk, D-R-U-N-K, drunk the water. He has drunk the water in the glass. In the glass. G-L-A-S-S. Okay. മൂന്നെണ്ണം. Sir, ഒന്നാമത്തെ ഒന്നുകൂടി പറയാം. എത്രാമത്തെ? ഒന്നാമത്തെ. Someone has torn, T-O-R-N, torn the shirt. S-H-I-R-T, shirt. Okay, Shabina. Okay, Nisha. Okay. അത് ഷാദി, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം, ആൻസർ വായിച്ചോളൂ. ചോദ്യം ഇതായിരുന്നു, someone has torn the shirt. ആൻസർ എന്ത് വരും? The shirt has been torn by someone. The shirt has been torn by someone. Okay, very good. അച്ചുമല, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. They have cut down the tree. ആൻസർ വായിക്കാമോ? They have cut down the tree. Yes. Soumya Nidish. Manju Jay. The tree has been cut down by them. Correct answer. Very good. The tree has been cut down by them. Sringa, and the question I vaikam. He has drunk the water in the glass.
രമ്യ, ജൂബി, ദീപകൃഷ്ണ, Sir, the water in the glass has been drunk. the water in the glass has been Drunk. drunk by Him. him. അല്ലേ? Ah. ഓക്കെ. വേറെ ഏതെങ്കിലും മോഡൽ ഏരിയകൾ ആരെങ്കിലും ഉണ്ട് തന്നെ? The water has been drunk by him in the glass. In the glass. അങ്ങനെയും എഴുതാം. The water has been drunk in the glass by him. Okay. Yes. അപ്പൊ ഞാൻ വേറൊരു മോഡൽ പറയാം. ചോദ്യം ഇതാണ്. Have they seen him, S-E-N, seen him, since, S-I-N-C, since May, M-A-Y, May. Question mark. I will repeat the question. Have they seen him since May? Yes. Okay, Shabila, I will come to you. Have they seen him since May? Okay, Lakshmi Mohan, type of agenda. Yes, Kadila. Okay. Shabila answer വായിച്ചോളൂ. Okay, Behluli sir. Has he been by them since May? Oh, സംഗതിയൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അവിടെ സ്ഥലം മാറിപ്പോയി. Has she been? ആ ബീൻ കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. അപ്പൊ എന്ത് വരുന്നത് അവിടെ? എല്ലാത്തിനും നമ്മൾ അങ്ങനെയല്ല, ബീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. യെസ്. അത് ചോദ്യത്തിലുണ്ടല്ലോ, സീൻ, അത് വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലേ? സീ, സോ, സീൻ. Seen by seen വേറെ ബൈ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ബൈ അവിടെ അതിന് മുമ്പ് അതിന്റെ വേറെ രണ്ട് പേര് ബാലൻസ് ഇല്ലേ? since May. സിൻസ് മേ. ഇനി ബൈ ചേർക്കാം. ബൈ എപ്പോഴും ലാസ്റ്റ് By. ബൈ നോക്കി ഷാബിന. Have they seen him since May എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയപ്പോഴാണ് എനിക്ക് അങ്ങനെ വന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ വേറെ രീതിയിൽ വരും. എങ്ങനെ വരും? They have seen him since May എന്ന് വരും. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. They have seen him since May എന്നാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? അതേ എന്നുള്ളതിന്റെ ഒബ്ജക്റ്റിലെ വരുള്ളൂ. them എന്നല്ലേ മാറുള്ളൂ. By them. അപ്പൊ എന്റെ ആൻസർ വരുന്നത് has he been seen since May. അത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ ബാക്കിയോട് എഴുതിക്കോ. By them. സംശയം ചോദിക്കട്ടെ. ഇനി വേറൊരു മോഡൽ. No one, no.
or anyone, no one has ill-treated, I-L-L, ill hyphen T-R-E-A-T-E-D, ill-treated them, T-H-E-M, them, for a, F-O-R, for a week, W-E-E-K, week. No one has ill-treated them for a week. Okay, Madam Isa. No one has ill-treated them for a week. രണ്ടാഴ്ചയോളം ആരും അവരെ പരിശോധിച്ചില്ല, മോശമായി പരിഗണിച്ചില്ല. സൗമ്യ എല്ലാത്തൊരു ബീൻ വിട്ടുപോയല്ലോ. ഫോർ എ വീക്കിന്റെ മുന്നിലല്ല ബൈ വരെ, ബൈ ലാസ്റ്റ് ആണ് കേട്ടോ. ആ ഫോർ എ വീക്ക് ആയിട്ടാണ് ബൈ. യെസ്, അനുഷാദി ആൻസർ കിട്ടിയോ? യെസ്. മഞ്ജു, ഇല്ല. ദീപകൃഷ്ണ, Sir, ശരിയാണോന്ന് അറിയില്ല കേട്ടോ. വായിച്ചോ, നോ പ്രോബ്ലം. A week no one has been irritated by them. അതിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിച്ച ചെറിയ മിസ്റ്റേക്ക് പോയി. ഓക്കെ, നോ വൺ ഹാസ് ഇൽ ട്രീറ്റഡ് ദം. Has been. അപ്പൊ ദം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ആരെ, അവരെ. ആ ദം എന്നുള്ള അവിടെ എടുക്കുമ്പോ എന്ത് വരും? ദേ. യുടെ കൂടെ ഹാവ്. നോ എന്നിന്റെ അത് വന്നുകൊണ്ട് ഓക്കെ അച്ചുപില നോ എന്ന് വന്നതുകൊണ്ട് ഒരു നോട്ട് കൂടി ചേർക്കാം. അപ്പൊ ദേ ഹാവ് നോട്ട് ബീൻ ഇൽ ട്രീറ്റഡ്. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ അത് തന്നെ എഴുതിയാൽ മതി, ഇൽ ട്രീറ്റഡ് ഫോർ എ വീക്ക്. ദേ ഹാവ് നോട്ട് ബീൻ ഇൽ ട്രീറ്റഡ് ഫോർ എ വീക്ക് ബൈ നോ വൺ എന്നുള്ളത് ഇതാക്കണം, ഇനിവെണ്ണല്ല. കാരണം വീണ്ടും ഒരു നോവൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ രണ്ട് നെഗറ്റീവുകൾ വരും. ഒരു നോട്ട് നമ്മൾ നെഗറ്റീവ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഒരു നോവൽ വേണ്ട, ബൈ എനിവൺ. അടുത്തത് നോ വൺ ശ്രദ്ധിച്ച് ചെയ്യാം. നോ വൺ ഹാസ് എക്സാമിൻഡ്, EXAMINED, എക്സാമിൻഡ്
The patients, P-A-T-I-E-N-T-S, patients. No one has examined the patients. ആരും രോഗിയെ പരിശോധിച്ചിട്ടില്ല. Okay, Tinto. Okay, Lishmi. Mehrnisa, table വായിച്ചോളൂ. The patients have not been examined by anyone. Option By ആണ്. it. കൊടുക്കുന്നത് മുന്നേ കൊടുക്കാം. Correct. The patients have not been examined by anyone. No one എന്നുള്ളത് anyone ആണ്. Yes. Next, വേറൊരു മോഡൽ ആണ്. Has anybody not killed K-I-L-L-E-D, killed the cat, C-A-T, cat. I will tell you once more. Has anybody not killed the cat? Question mark. Okay. Has anybody not killed the cat? Okay, my friend Lisa. Lishmi Mohan, വായിച്ചോളൂ.
ഓ ഹാസിന്റെ വരില്ല, ആ നോട്ട് അവിടെ നിന്ന് മാറ്റുക. ഇതിന്റെ അടുത്ത് വരുമ്പോ ആ ഒരു മോഡലാണ് പറയുന്നത്. ലക്ഷ്മി മോഹൻ. Has the cat ആ not been killed by anybody? വെരി ഗുഡ്. കറക്റ്റ്. ഹാസ് ദ കാറ്റ് നോട്ട് ബീൻ കിൽഡ്. മതി. ബയ്യോ തുടങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഉമിറ്റുന്ന ഏജന്റ് എന്നുള്ളതാണ്. ഹാസ് ദ കാറ്റ് നോട്ട് ബീൻ കിൽഡ്. ഹാസ് ദ കാറ്റ് നോട്ട് ബീൻ കിൽഡ്. ഓക്കെ. ഈ വേറൊരു മോഡൽ, എല്ലാത്തിനും ഒറ്റ മോഡലേ ചെയ്യിക്കുന്നുള്ളൂ. ഹാസിൻഡ്, HASN', ഹാസിൻഡ്. ANYBODY, hasn't anybody repaired, REPAIRED, repaired the old bus, BUS. I will repeat the question. Hasn't anybody repaired the old bus? Okay, my friend Lisa. ഷാബിന കഴിയുമ്പോ വായിച്ചോളൂ. Hasn't the old bus been repaired? അതെ മതി. Hasn't the old bus been repaired? Correct answer ആണ്. Hasn't the old bus been repaired? Okay. അപ്പൊ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് അടുത്ത ദിവസം
യെസ്, സം ടെക്നിക്കൽ ഇഷ്യൂ എന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ടായിരുന്നു. ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു. യെസ്, നമ്മൾ ലാസ്റ്റ് ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു പ്ലാനറ്റ്സ് ഡാഷ് അറൗണ്ട് ദ സൺ ആയിരുന്നു അല്ലേ? യെസ്. I ask you next question, fill in the blanks ആണ്. ഓക്കെ ഷാബിന, fill in the blanks ആണ്, നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. Where there is a will, there is a dash. Where there is a will, there is a dash. ജൂബി വില്ലല്ല. ഓക്കെ ഷാബിന, ഓക്കെ. Where there is a will, there is a way. മനസ്സുണ്ടെങ്കിൽ എന്തുണ്ട്? മാർഗമുണ്ട്. മനസ്സില്ലേ മാർഗമില്ല. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You drink fluids, FLUIDS. ഈ ഫ്ലൂയിഡ്സ് എന്നുള്ളതിന് പകരുന്നത് വാട്ടർ എന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല. You drink fluids to stay dash. ഹെൽത്തി അല്ല, വേറൊരു വാക്കുണ്ട്. ഹെൽത്തി കറക്റ്റ് ആണ് ലക്ഷ്മി. ഓക്കെ ജൂബി, കറക്റ്റ് ആൻസർ. ഹൈഡ്രേറ്റഡ്. യെസ്, നിർജ്ജലീകരണത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് ടു സ്റ്റേ hydrated. Hydrated. Yes. Next question. With great power comes great dash. With great power comes dash. Yes, Shabina, it's the correct answer. Very good. Yes. The answer is responsibility. അധികാരം കൂടുന്തോറും ഉത്തരവാദിത്വം കൂടും. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ ഷാബിന, റെസ്പോൺസിബിലിറ്റി. വിത്ത് ഗ്രേറ്റ് പവർ, അധികാരം കൂടുന്നതിനനുസരിച്ച് കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, ഉയർന്ന റെസ്പോൺസിബിലിറ്റി. അടുത്തത് വെരി സിമ്പിൾ ആണ്. The Olympic logo contains dash rings. The Olympic logo contains dash rings. RINGS, rings. Oh, 7 അല്ല ഷാബിന. കൂടിപ്പോയി. യെസ്. ഓക്കെ അജിമല, കറക്റ്റ് ആൻസർ. 5 ആണ്. 5. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ 5. യെസ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് കുറച്ച് സിനിമയുടെ പേരുകളാണ്. ദ നെയിം ഓഫ് സം ഫിലിംസ്. നിങ്ങൾ പറയേണ്ടത് ആ സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു എന്നാണ് പറയുന്നത്. ടെൽ ദ ഡയറക്ടർ ഓഫ് ദാറ്റ് ഫിലിം. ആരായിരുന്നു അതിന്റെ സംവിധായകൻ എന്നതാണ് നിങ്ങൾ പറയുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്. മീശ മാധവൻ.
The first question is this. Joby, correct answer ആണ്. Joby, Lakshmi, രണ്ടുപേരുള്ളൂ അല്ലേ? സാബിന, Joby, Lakshmi, Sabina. Correct answer ആണ്. The answer is Lal Jose. Next film. The name of the film is Yodha. Name of the film is Yodha. അല്ല ജോബി, അതൊന്നുമല്ല, വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ്. ഓക്കെ ലക്ഷ്മി. അപ്പോ ലക്ഷ്മി പറഞ്ഞതാണ് ശരി. അപ്പൊ ലക്ഷ്മിയുടെ ആൻസർ 1 പോയിന്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. സന്തോഷ് ശിവൻ ആൻഡ് സംഗീത് ശിവൻ എന്ന് പറയുന്ന രണ്ടുപേരില് സംഗീത് ശിവൻ എന്ന് പറയുന്ന ആളാണ് യോദ്ധ ഡയറക്ട് ചെയ്തത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the director of the film Titanic? Who is the director of the film Titanic? Rashmi, Shabina, Manju. Rashmi, Shabina and Manju. Correct answer ആണ് ജെയിംസ് കാമറൂൺ എന്നാണ്. ഷാബിന അത്ര എഴുതിയിട്ടുണ്ടായില്ല, എന്നാൽ ഞാൻ പരിഗണിച്ചു. യെസ്. നെക്സ്റ്റ് ഫിലിം പഴശ്ശിരാജ. നെയിം ഓഫ് ദ ഫിലിം ഈസ് പഴശ്ശിരാജ. ലക്ഷ്മി, ഷാബിന, സിംഗം. ലക്ഷ്മി, ഷാബിന ആൻഡ് സിംഗം. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഹരിഹരൻ. ഹരിഹരൻ. അടുത്തത് മലയാള സിനിമയല്ല, ലാംഗ്വേജ് മാറ്റി പിടിച്ചെടുത്ത്. നെയിം ഓഫ് ദ ഫിലിം ഈസ് ദിൽസൈ. ദിൽസൈ. ആ ഡയറക്ടറുടെ ഭാര്യ ഓക്കെ ഷാബിന, ലക്ഷ്മി, അജ്മല. ഷാബിന, ലക്ഷ്മി ആൻഡ് അജ്മല. ഞാൻ പറയാൻ പോയതാണ്, കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടറുടെ ഭാര്യ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയാണ്. ഇത് പറയാനായിട്ട് പോവുകയായിരുന്നു. യെസ്. അപ്പൊ ദിൽസൈ ഈസ് ഡയറക്റ്റഡ് ബൈ മണിരത്നം. അടുത്തത് ദൃശ്യം. പറയാം ഇത് കഴിഞ്ഞിട്ട് പറയാം. ദൃശ്യം. ലക്ഷ്മി, ജൂബി, സിംഗ. ലക്ഷ്മി, ജൂബി ആൻഡ് സിംഗ. കറക്റ്റ് ആൻസർ ആണ് ജിത്തു ജോസഫ്. ജിത്തു ജോസഫ്. നേരത്തെ ഇപ്പൊ ഷാബിന് ചോദിച്ചു ആരാണ് മണിരത്നത്തിന്റെ ഭാര്യ എന്നുള്ളത്. ആരാണ്? സുഹാസിനിയാണ്. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദേശീയ അവാർഡാണ്. മണിരത്നം ദേശീയ അവാർഡ്, സുഹാസിനിക്ക് ദേശീയ അവാർഡ്, അവരുടെ വലിയച്ഛനായിട്ടുള്ള ചാരുദാസൻ ദേശീയ അവാർഡ്, ഇളയച്ഛനായിട്ടുള്ള കമലഹാസൻ ദേശീയ അവാർഡ്, എല്ലാവർക്കും ദേശീയ അവാർഡ് കിട്ടിയേക്കുന്ന ഒരു ഫാമിലിയാണ്. യെസ്. നെക്സ്റ്റ് ഫിലിം ഈസ് കുഞ്ഞിരാമായണം. നെക്സ്റ്റ് ഫിലിം കുഞ്ഞിരാമായണം.
ലക്ഷ്മി, ഷാബിന, അജ്മല. ലക്ഷ്മി, ഷാബിന, അജ്മല. ലക്ഷ്മിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ വിവരം ഇടുന്നു, കാരണം ആദ്യത്തെ ആൻസർ വരുന്നത് ലക്ഷ്മിയിൽ നിന്നാണ്. യെസ്, ബേസിലാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നെയിം ഓഫ് ദ ഫിലിം ഈസ് എന്തിരൻ. നെയിം ഓഫ് ദ ഫിലിം ഈസ് എന്തിരൻ. ഷാബിന, അജ്മല, ജൂബി. ഷാബിന, അജ്മല ആൻഡ് ജൂബി. ചോദ്യങ്ങൾ ഇനിയുണ്ട്, തൽക്കാലത്തേക്ക് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് കിട്ടിയ പോയിന്റുകൾ ഞാൻ വായിക്കാം. മഞ്ജു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശൃംഗ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അജ്മല 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജൂബി 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷാബിന 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ലക്ഷ്മിയാണ് ടോപ്പ്. ലക്ഷ്മിക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ. ഓക്കെ സി. ഓക്കെ മഞ്ജു. Okay, Shabina, Jubi. Okay, Sringa.